ചേട്ടാ, നിങ്ങൾക്ക് ആകാശത്ത് പറക്കാൻ കഴിയോ? ഇല്ല. നിങ്ങളെക്കാട്ടിലും നല്ലത് ഈ പട്ടുവാണല്ലോ. അതിന് ആകാശത്ത് പറക്കാൻ പറ്റും. ഇനി നീ പറ, നിനക്ക് ആകാശത്ത് പറക്കാൻ പറ്റുമോ? ഇല്ലെന്ന് പറഞ്ഞാ ഇവൻ നാണം കെടുത്തും. അതേന്ന് പറഞ്ഞേക്കാം. എനിക്ക് പറക്കാൻ പറ്റും. അതിപ്പോ വലിയ ആനക്കാര്യമാണോ? ഈ പട്ടം പോലും ആകാശത്ത് പറക്കുന്നുണ്ട്. തോറ്റു തൊപ്പിയിട്ടല്ലോ. കയ്യില് പട്ടുള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. മനസ്സിലെ 3-4 അടി നിനക്കിട്ട് ഇട്ടിച്ചു കഴിഞ്ഞു. ഇവിടെ നല്ല കാറ്റുണ്ട്. നീ പട്ടം പറത്താൻ നോക്ക്, അല്ലാണ്ട് ആളെ പറത്തല്ലേ. പട്ടം പറത്തു, ആളെ പറത്തു. ഇത് പ്രാസം ഒപ്പിച്ച് കവിത പറഞ്ഞല്ലേ, അല്ലാണ്ട് പട്ടമല്ലേ പറത്താൻ പറ്റൂ. പട്ടത്തി പണിഞ്ഞാ മതി, എനിക്കിട്ട് പണിയണ്ട. ഈ കവിത കൊള്ളാം. പട്ടത്തി പണിഞ്ഞാ മതി, എനിക്കിട്ട് പണിയണ്ട. ചേട്ടൻ എന്തിനാ പട്ടം പറത്തി സമയം കളയുന്നത്? പോയി കവിത എഴുതി സമയം കളയൂ. നീ കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. വിട്. നമ്മുടെ കയ്യിൽ എത്ര പട്ടം ഉണ്ടെന്ന് നോക്കിയേ. ചുവപ്പ് പട്ടം, പച്ചപ്പട്ടം, നീലപ്പട്ടം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറത്തിയ ഇന്ദ്രധനുഷുമാരാകും. ലട്ടെ, ഈ സംഭവം എപ്പോഴാ നടന്നേ? ഏത് സംഭവം? നിന്റെ തലയിൽ ഷോക്ക് അടിപ്പിച്ചത്. അപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത്. എന്റെ ബോട്ടൽ അങ്കിളിന്റെ പട്ടം പറത്തലാണ് പറത്തൽ. ഇതുവരെ ആർക്കും അങ്കിളിന്റെ നൂല് കട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല പട്ടം പറത്തലായിരുന്നു. നൂലില്ലാത്ത പട്ടാ പറത്തിക്കൊണ്ടിരുന്നത്. നൂലില്ലാത്തത് കൊണ്ട് ആർക്കും അത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്കിക്കോ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മന്ദബുദ്ധി മത്തങ്ങ തലേ, നീ മുഴുവൻ പട്ടെടുത്ത് പറത്തി കളഞ്ഞോ? അത് പിന്നെ ഞാനിവിടെ പട്ടം പറത്താനല്ലേ വന്നത്. എടാ, ഓരോന്നായിട്ടല്ലേ പറത്തണ്ടേ? ശരി, ഓരോന്ന് പറത്താം. പട്ടത്തിൽ ഇനി ഒരു പട്ടം മാത്രമേ ബാക്കിയുള്ളൂ. അതിവൻ പറത്തുന്നതിന് മുമ്പ് നൂല് കെട്ടിട്ട് പറത്താം. അതാ നല്ലത്. കുറച്ച് വലത്തോട്ട്. കുറച്ചെടുത്തോട്ട്. കുറച്ച് മേലോട്ട്. മതി. മുഖത്ത് വെയിലടിക്കുമായിരുന്നു. പട്ടം കാരണം തണല് കിട്ടിയ. ഹലോ, നീണ്ടു നിവർന്ന് കിടന്ന നീ മഹാരാജാവൊന്നും ആവില്ല. ഒരു കാര്യം ഞാൻ സത്യസന്ധമായി പറയാം. എന്നെക്കാളും നന്നായി ആർക്കും ഇവിടെ പട്ടം പറത്താൻ അറിയില്ല. ഒരു തവണ ഞാൻ പട്ടം പറത്തി എയറോപ്ലെയിനെ കൂപ്പ് കുത്തിച്ചിട്ടുണ്ട്. പൈലറ്റ് കരുതിയത് ടർബുലൻസ് ആണ്. സത്യമാണോ? ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ഗോലിച്ചേട്ടന്റെ തല അങ്ങ് പൊട്ടിത്തെറിക്കട്ടെ. കണ്ടോ, പൊട്ടിത്തെറിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യോ? ഒരു തവണ ഞാൻ വളരെ ഉയരത്തി പറത്തി. നൂല് തിരിച്ചു വലിച്ചപ്പോ അമ്പിളി അമ്മാവനെ ഇങ്ങ് കൂടെ പോന്നു. എന്നിട്ട് നിന്റെ അമ്പിളി അമ്മാവനെ ഞങ്ങള് കണ്ടില്ലല്ലോ. അതെങ്ങനെ കാണാൻ പറ്റും? അന്ന് അമാവാസിയായിരുന്നില്ലേ? ഇങ്ങതാ, ഞാൻ ഇനി പട്ടം പറത്താം. ഇല്ല, തരില്ല. ഇനി ആകെ ഒരു പട്ടമുള്ളൂ. ഇനി നീ ഇതും കൊണ്ട് കളയും. എനിക്കൊരു പ്രശ്നമില്ല, പട്ടത്തിനൊരു പ്രശ്നമില്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഇവിടത്താ. ഇല്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ സൈഡിലോട്ട് പോയി അടികൊടു. ഞാൻ കുറച്ചു നേരം പട്ടം പറത്താം. സോറി, അറിയാതെ നിങ്ങളുടെ പട്ടം കട്ടായി പോയി. നോക്ക്, കണ്ടുപഠിക്ക്. ഇതാണ് സത്യസന്ധനായ മനുഷ്യൻ. ഞാനൊരു തമാശ പറഞ്ഞ അറിഞ്ഞോണ്ട് തന്നെയാ കട്ടിയത്. ഇനി ഞാൻ പൊളിക്കും. പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കും വിഷമം തോന്നുന്നു. സത്യമായിട്ടും ഇത് ഞാനൊരു തമാശ പറഞ്ഞ കേട്ടോ. നിന്റെയൊക്കെ മുഖം കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിറം മാറുന്ന പോലെ നീ നിന്റെ വാചകം മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇങ്ങോട്ട് നോക്ക്, എന്റെ അപ്പൂപ്പൻ മിലിറ്ററിയില്ല. ഇതെങ്ങാനും അപ്പൂപ്പൻ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ പഞ്ഞിക്കിട്ടളയും. അത് നിന്റെ അപ്പൂപ്പനാണോ? ഞാൻ ഇന്ന് രാവിലെ കൂടി അയാളോട് ഒരു കുസൃതി ഒപ്പിച്ചതാ. കണ്ടു കെട്ടിട്ട് ഹൈവേയുടെ ഒത്ത നടുക്ക് കൊണ്ട് നിർത്തി. സൂപ്പർ അല്ലേ? നീ എന്താ ചെയ്തേ? ഞാനൊരു തമാശ പറഞ്ഞ സിംഹത്തിന്റെ മുമ്പിലാവിട്ടെ. തമാശ കാണിക്കാൻ എന്റെ മുത്തച്ഛൻ മിടുക്കനായിരുന്നു. ആൾക്കാര് സിംഹത്തിന്റെ ശബ്ദം ഉണ്ടാക്കാൻ പറയുമ്പോ പുള്ളി അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുമായിരുന്നു. ഒരിടത്തൊരു ആന ഉറുമ്പുണ്ടായിരുന്നു. ഒരു ദിവസം
നീ എന്റെ പൈജാമ എടുത്തോന്ന്. ഇതെന്താ ഇതെന്താ ഇത്? അല്ല, ഞാൻ കരുതി എല്ലാരും തമാശ പറയുമ്പോ ഞാനൊരു തമാശ പറഞ്ഞാലോ എന്ന്. എന്റെ പൊന്നു ചേട്ടന്മാരെ, എന്തായാലും ഞാൻ ഈ പട്ടം നിങ്ങക്ക് തന്നേക്കാം. സത്യമാണോ? അല്ല, നീ അടി വാങ്ങിയാലേ പഠിക്കുള്ളൂ. സഹോദര, സ്നേഹത്തോടെ സംസാരിക്കാമെങ്കിൽ പിന്നെ എന്തിനാ ഈ അടിയോ? അത് സത്യം അല്ല. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു പട്ടേ ഉള്ളൂ. കുറച്ചെങ്കിലും ദയ കാണിക്കൂ പ്ലീസ്. അങ്ങനെയാണോ? എന്നാൽ എന്റെ കയ്യിലുള്ള മുഴുവൻ പട്ടവും നിങ്ങൾക്ക് തന്നേക്കാവുന്നേ. ഇവനിപ്പം വീണ്ടും പറയും ഞാൻ തമാശ പറയുവാന്ന്. അല്ല, ഇത്തവണ ഞാൻ സത്യം പറയുന്നേ. നിങ്ങൾക്ക് തമാശയായിട്ടാ തോന്നിയെങ്കിൽ വേണ്ട, പൊയ്ക്കോ. താരുന്നില്ല, പൊയ്ക്കോന്നേ. ഇടക്ക് കയറി സംസാരിക്കാതെ. അവനിപ്പം പട്ടം തരുമായിരുന്നു. ആ അതെ, ഞാൻ തരുമായിരുന്നു. സത്യമാണോ? അല്ല, പക്ഷേ ഒരു വഴിയുണ്ട്. എന്താ? ദേ ആ വഴി തന്നെ, ഇറങ്ങി പൊയ്ക്കോ. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. ഒരു വഴിയുണ്ട്, പട്ടം പറത്തൽ മത്സരം. എന്നോട് പട്ടം പറത്തി ജയിച്ചാൽ എന്റെ എല്ലാ പട്ടങ്ങളും നിങ്ങൾക്ക്. പക്ഷെ തോറ്റാൽ നിങ്ങളുടെ ഈ പട്ടത്തെ മറന്നേക്കണം. ഞങ്ങൾക്ക് സമ്മതം. ഇന്ന് വൈകുന്നേരം ഗ്രൗണ്ടിൽ വെച്ച് കാണാം. നിന്നെ തോപ്പിക്കാൻ ഞങ്ങൾ വേറെ പട്ടം ഉണ്ടാക്കി കൊണ്ടുവരും. നിൽക്കൂ ഘടികാരം. നിൽക്കൂ ഘടികാരമോ? വെയിറ്റ് ആൻഡ് വാച്ച്. ഇത്രയൊക്കെ പോലെ ഇംഗ്ലീഷ് അറിയില്ലേ നിനക്ക്? ന്യൂസ് പേപ്പർ വെച്ച് പട്ടം ഉണ്ടാക്കിയോ നീ? അറിയാവോ, കഴിഞ്ഞ തവണ ന്യൂസ് പേപ്പറിൽ ഉണ്ടാക്കിയ പട്ടം പറത്തിയായിരുന്നു. താഴെ നിന്ന് ആൾക്കാർ മുഴുവൻ ന്യൂസ് വായിച്ചു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. കാരണം പറക്കുന്ന വാർത്തകളെ ആരും വിശ്വസിക്കാറില്ല. ഇന്നത്തെ മത്സരത്തോടെ ആ ജോക്കറിന്റെ തമാശ കളി മാറ്റിയില്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റിക്കോ. ഓക്കെ പുരുഷോത്തമൻ ചേട്ടാ. അതാരാ? നിന്റെ ഭാവിയിലെ പേര്. ഞാനൊരു തമാശ പറഞ്ഞതാണേ. വാ പോവാം. ഏത് ബട്ടം വെച്ച് ഇവന്മാരെ തോപ്പിക്കാം? വേണ്ട വേണ്ട, ചുവപ്പ് എന്ന് പറഞ്ഞാൽ ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാൽ കൃഷ്ണനെ ഓർമ്മ വരും. അവൻ എന്റെ ശത്രുവാ. പച്ചപ്പട്ടം. പച്ചെന്ന് പറഞ്ഞാൽ ഹരി. ഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഹരിലാലിനെ ഓർമ്മ വരും. അവൻ എന്റെ മുഖത്ത് ചമ്മത്തിക്കൂരി കഴിച്ചവനാ. അങ്ങനെയാണെങ്കിൽ മഞ്ഞപ്പട്ടം വെച്ച് കളിക്കൂ. എന്നാ ശരി, ഈ പട്ടം വെച്ച് തന്നെ കളിക്കാം. സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ടായിരിക്കുന്നത് നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കണമെന്നാ. കാരണം നിങ്ങൾ എന്റെ കൂട്ടുകാരല്ലേ. എന്നാ പിന്നെ വീട്ടിലോട്ട് പോ. ഞാനെന്ന് തമാശ പറഞ്ഞല്ലേ. നിങ്ങളുടെ വട്ടം വെച്ച് നിങ്ങളെ ഞാൻ തോപ്പിക്കും. വരൂ വരൂ, മത്സരം തുടങ്ങാം. നീ ഒറ്റയ്ക്കുള്ളോ? പട്ടത്തിന് ആര് ഡയറക്ഷൻ തരും? ഓ, അത് ഞാൻ ഓർത്തില്ല. ഞാൻ തോൽവി സമ്മതിക്കുന്നു. എങ്കിൽ എല്ലാ പട്ടും എടുക്ക്. പിന്നെ തമാശ. ഗുണ്ടു, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നമ്മുടെ പട്ടം താഴെയായി പോയി. എനിക്ക് തോന്നുന്നു നമ്മള് പട്ടം ഉണ്ടാക്കിയ പത്രത്തില് ഭാരിച്ച വാർത്തകളായിരുന്നെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ പട്ടം ചൂന്ന് താഴേക്ക് വരുന്നത്. ഗോലിച്ചേട്ടാ നോക്കിക്കോ, ഇപ്പൊ തന്നെ അവന്റെ പട്ടത്തിനെ ഞാൻ കട്ട് ചെയ്യും. കട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ കത്രിക അമ്മാവന്റെ കാര്യം ഓർത്തത്. പുള്ളി ഒരിക്കൽ TV കട്ടിയത് മൊബൈലാക്കി. എടാ, നിന്റെ തള്ളൊന്ന് നിർത്തിയിട്ട് പട്ടം പറത്താൻ നോക്ക്. ചേട്ടാ, ഈ പട്ടം പറത്തൽ എന്ന് പറഞ്ഞ എന്റെ ഇടത് കൈയുടെ കളിയാ. ദേ നോക്കിയേ. ഞാൻ പട്ടത്തിൽ ഇരുമ്പിന്റെ നൂലാ കെട്ടിയേക്കുന്നത്. ദേ നോക്ക്.
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. ചേട്ടാ കുഴപ്പമില്ല, ചൂടാവാതെ. എടാ ചൂടായതല്ല, സത്യത്തിൽ എന്റെ കൈ കെട്ടിയിരിക്കുക. ഇതൊന്ന് അഴിച്ചുവിടോ. അയ്യോ കഷ്ടം, തടി ഒടിഞ്ഞു പോയല്ലോ. ഇനി നമ്മുടെ നൂല് അവിടെ ചുറ്റും. എന്ത് ചെയ്യും? വേണ്ട വേണ്ട, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഏത് കളിയാണേലും സത്യസന്ധമായിട്ടേ കളിക്കാവൂ. ഞാനെന്തിനാ ഒറ്റയ്ക്ക് തമാശ പറയുന്നത്? അവിടുന്ന് വണ്ടി വല്ലതും വരുന്നുണ്ടോ? ഹെഡ്ലൈറ്റ് ഓഫ് ആക്കൂ. പോയി തരക്കാരോട് കളിക്കണ ചേർക്ക. എന്തായാലും നിനക്ക് ബട്ടം പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഐഡിയ, ഇരുമ്പ് കൊണ്ടുള്ള നൂലാണെങ്കിൽ പൊട്ടിക്കേണ്ടത് നൂലല്ല. നമ്മുടെ ലക്ഷ്യം എപ്പോഴും പട്ടമായിരിക്കണം. അടിപൊളി, തകർത്തു. പട്ടം മാത്രമല്ല, ആ ജോക്കറിന്റെ ഓവർ കോൺഫിഡൻസും തകർത്തു. താങ്ക് യു ചേട്ടാ. മത്സരത്തിന്റെ നിയമം അനുസരിച്ച് ജയിക്കുന്ന ആൾക്ക് മുഴുവൻ പട്ടം കൊടുക്കണമെന്നാ. തരൂ, ഞങ്ങളുടെ പട്ടം തരൂ. നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് ദയ തോന്നുന്നു. അതുകൊണ്ട് പട്ടങ്ങൾ 2 അടി വീതിച്ചെടുക്കാം. സത്യമാണോ? എങ്ങനെയുണ്ടെന്ന് തമാശ?